ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ചോറ് ആദ്യമേ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വേവിക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് അതിന് മേലെ നമ്മുടെ ഈ ഇടികല്ലില്ലേ, ആ ഇടികല്ലെടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ചോറൊന്ന് വെന്തുണ്ടാവും. എന്നിട്ട് ഞാൻ തിളപ്പിച്ചിട്ട് ഊറ്റാണ് ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും വെക്കണവരുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെ ചോറ് വയ്ക്കാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ കറിയും, അതായത് മത്തങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു എരിശ്ശേരി ടൈപ്പ് ചാറ് കറിയും, പിന്നെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവർ സ്കൂളിലേക്ക് പോയി. പിന്നെ മത്തങ്ങ എങ്ങനെയാണ് കറി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയും പയറല്ല കേട്ടോ, പരിപ്പും വേറെ വേറെ വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് നാളികേരവും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അരച്ച് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് അതൊന്ന് ഇത്തിരി നമുക്കത് കട്ടിയിലും വെക്കാം, അതല്ല ഇത്തിരി ചാറോട് കൂടിയിട്ടും വെക്കാം. ഞാനിവിടെ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുകും മുളകും ഒക്കെ കൂടി താളിച്ചിടുമ്പോൾ കുറച്ച് നാളികേരവും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് ഇടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ക്യാബേജ് ഉപ്പേരി ഞാനിപ്പോൾ വേറൊരു സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. ക്യാബേജും കുറച്ച് സബോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിങ്ങനെ കുഴാന്നിരിക്കണ ക്യാബേജ് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കുമ്പോൾ കുറച്ച് നാളികേരം പച്ചമുളകും അങ്ങനെയൊക്കെയല്ലേ ഇടുക. ഞാൻ ഈ ടൈപ്പിലാണ് കേട്ടോ വെച്ചത്. എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ക്യാബേജ് ഉപ്പേരി വെക്കണതിൽ പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം അതൊന്ന് ആയി വരുമ്പോഴേക്കാണ് ഞാനത് ഓർത്തത് പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോഴേക്കും പിന്നെ ഞാൻ വേഗം പച്ചമുളക് എടുത്ത് അരിഞ്ഞ് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തപ്പോഴേക്കും സംഭവം സെറ്റായിട്ടാണ്. അത് കഴിയുമ്പോഴേക്കും അച്ഛന് ഊണ് കൊടുക്കാറായി. ഞാൻ കുറച്ച് ലേറ്റായ കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛാ കഴിക്കാറായോ 5 മിനിറ്റ് കേട്ടോ 10 മിനിറ്റ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ 1 മണിയാകുമ്പോൾ കൊടുക്കാറുണ്ട് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ ഇത്തിരി ലേറ്റായി, ഒരു 1:45 ആയി. അങ്ങനെ ചോറും കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് ഇപ്പോൾ അച്ഛൻ ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ നോൺ സ്പെഷ്യൽ ഒന്നുമില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് മത്തങ്ങാക്കറിയും ക്യാബേജ് ഉപ്പേരിയും ചെറിയൊരു അച്ചാറും അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛന് പിന്നെ അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ വേണം, മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വാങ്ങാം, നാളെ സൺഡേ ആണല്ലോ, അപ്പോൾ നാളെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. പിന്നെ എനിക്കാണെങ്കിലും ഉണ്ണേട്ടനാണെങ്കിലും സിമ്പിൾ കറികളാണ് കൂടുതലും ഇഷ്ടം. ഉണ്ണേട്ടനാണെങ്കിൽ ചിലപ്പോൾ വെറുതെ പരിപ്പ് നമ്മൾ വേവിച്ചിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഉണ്ണേട്ടന്. പക്ഷേ എനിക്ക് ഇത്തിരി എരിവൊക്കെ വേണം, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കറി വലിയ ഇഷ്ടമില്ല. അതിനിടയ്ക്ക് എനിക്കും നല്ലോണം വിശന്നു. അപ്പോൾ ഞാനും ഊണ് കഴിക്കാനിരുന്നു. ഉണ്ണേട്ടൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഊണ് കഴിക്കാൻ. ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്താണ് കറി എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.